പ്രണയം വെളിപ്പെടുത്താനും ആഘോഷിക്കാനും കാത്തിരുന്നവർക്ക് മുന്നിൽ ഹർത്താൽ വില്ലൻ വേഷം കെട്ടിയപ്പോൾ മിക്കവർക്കും SMS കൊണ്ടും ഫേസ്ബുക്ക് ചാറ്റിംഗ് കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാൽ പ്രണയത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണായ കേരളവർമ്മയിൽ കലയുടെ വസന്തത്തിനൊപ്പം കലാകൗമാരങ്ങൾ പ്രണയദിനത്തെ ഏറ്റെടുക്കുകയായിരുന്നു. ആണും പെണ്ണും സംസാരിച്ചാൽ അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾ തകർന്നടിയുമെന്ന പഴഞ്ചൻ കാഴ്ചപ്പാടുകൾക്കപ്പുറം ആരോഗ്യകരമായ ആൺപെൺ സൗഹൃദങ്ങൾക്കും പ്രണയങ്ങൾക്കും തണൽ വിരിക്കുന്ന കലാലയം കൂടിയാണിത്. ഇവിടെ ആൽമരച്ചുവട്ടിലും കാവുപോലെ പ്രകൃതി സുന്ദരമായ ഊട്ടി എന്ന ഹരിതവനത്തിലും മെറി ലോഡ്ജ് പാലസിന്റെ രാജകീയമായ തിരുമുറ്റങ്ങളിലും പ്രണയം പൂത്തുവിടരാറുണ്ട്. കോളേജ് കാലത്തേക്ക് മാത്രമുള്ള കോൺട്രാക്ട് പ്രണയത്തിനപ്പുറം കോളേജിന് പുറത്തേക്കും ജീവിത സഹയാത്രയിലേക്കും അത്തരം ബന്ധങ്ങൾ വളരാറുമുണ്ട്. മൊബൈൽ ക്യാമറയുടെ ചാരക്കണ്ണുകൾ ഒളിപ്പിച്ചു വെച്ച പ്രണയങ്ങളും സ്വകാര്യ നിമിഷങ്ങൾ പകർത്തി ഇന്റർനെറ്റിലൂടെ ലോകത്തിന് വിളമ്പുന്ന ചതിക്കുഴികളും നിങ്ങൾക്കിവിടെ കാണാനാകില്ല. പകരം തീപിടിച്ച മനസ്സുകളുടെ തീഷ്ണ വികാരങ്ങളും കലർപ്പില്ലാത്ത സൗഹൃദവും ഇഴചേർന്ന വ്യത്യസ്ത സംസ്കാരം ഈ ക്യാമ്പസിന്റെ ഉൾത്തുടുപ്പാണ്. തങ്ങളുടെ പ്രണയചിന്തകളും കാഴ്ചപ്പാടുകളും തുറന്നു പറയാനും അക്ഷരങ്ങളായി കോറിയിടാനും ഈ കലാലയം തയ്യാറാകുന്നതും അർത്ഥപൂർണമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ്. അതിനാൽ തന്നെ പ്രത്യേകിച്ചൊരു പ്രണയദിനത്തിന്റെ ആവശ്യം കേരളവർമ്മ പോലൊരു കലാലയത്തിനില്ല. എന്നിരുന്നാലും കലയുടെ പൂമരത്തണലിൽ സ്നേഹ സൗഹൃദങ്ങൾക്ക് കുടപിടിക്കുന്ന അന്തരീക്ഷത്തിൽ അരങ്ങേറിയ ഡീസോൺ കലോത്സവം പ്രണയദിനത്തിന്റെ ആരവങ്ങൾക്കൊപ്പം വന്നെത്തുകയായിരുന്നു. എത്ര തലമുറയുടെ ഓർമ്മകളും പ്രണയവും അടക്കിപ്പിടിച്ച വികാരങ്ങളും ഘനീഭവിച്ചടിഞ്ഞ മണ്ണാണിത്. ഈ മരങ്ങളോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ എത്ര പേർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്മാരകങ്ങൾ തീർത്തിട്ടുണ്ടെന്ന്, ഓർമ്മകൾ കൊണ്ട് ശ്രീകോവിൽ പണിതിട്ടുണ്ടെന്ന്. ആഗ്രയിലെ വെണ്ണക്കൽ കൊട്ടാരത്തേക്കാൾ ഉയരത്തിൽ തങ്ങളുടെ പ്രണയത്തിന് നിത്യസ്മാരകങ്ങൾ പണിയാനായി ഇങ്ങോട്ട് കടന്നു വരാൻ ഇനി എത്ര പേർ. ഡൽഹി സംഭവങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒഴിവാക്കുന്നതിന് വധശിക്ഷയടക്കമുള്ള നിയമങ്ങൾ വേണമെന്ന ചർച്ച പുരോഗമിക്കുകയാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നല്ല സുഹൃത്തുക്കളായി ചെറിയ ക്ലാസുകൾ മുതൽക്കേ വളർത്തിയെടുക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിന് ആവശ്യമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആൺപെൺ വിവേചനത്തിന്റെ പേരിൽ വേലിക്കെട്ടി തിരിക്കുകയല്ല, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നല്ല സുഹൃത്തുക്കളാക്കി മാറ്റുന്നതിനാവശ്യമായ സാഹചര്യവും സ്വാതന്ത്ര്യവും ഒരുക്കിക്കൊണ്ട് നല്ല സൗഹൃദത്തിനും നല്ല പ്രണയത്തിനും വിളനിലമാവുകയാണ് ഈ കലാലയവും കലയുടെ നൂപരധ്വനികളാൽ മുഖരിതമായ ഈ രാപ്പകലുകളും.